നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരട്ടെ. കഴിഞ്ഞ ദിവസം ശനി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ നാളുകാർക്ക് ദുരിതങ്ങൾ വീണ്ടും വന്നു. കുറേ നാളുകാർ അതിൽ നിന്നൊക്കെ മോചിതരായി. കുറച്ച് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയസ്ഥിതിയായി. അതിൽ നിന്നൊക്കെ മോചനം കിട്ടണം എല്ലാവർക്കും. എന്ത് ദുരിതത്തിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ മോചനം കിട്ടി സമാധാനമായിട്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കണം. അതിന് മഹാദേവൻ്റെ പ്രീതി വേണം. മഹാദേവനെ പ്രീതിപ്പെടുത്തണം. മഹാദേവനെ വഴിപാട് വെച്ച് പ്രാർത്ഥിക്കണം. മഹാദേവ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. മറ്റു കാര്യങ്ങൾ ചെയ്താലേ ഇതിനൊക്കെ മോചനം കിട്ടുള്ളൂ. നമുക്ക് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. അതായത് കുറച്ച് നാളുകാർക്ക് കണ്ടകശനിയായിട്ടുണ്ട്, കുറച്ച് നാളുകാർക്ക് അഷ്ടമശനിയായിട്ടുണ്ട്, കുറച്ച് നാളുകാർക്ക് ഏഴരശനിയായിട്ടുണ്ട്. ഒരു കണ്ടകശനിയിലേക്ക് മാറിയ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മിഥുനക്കൂറ്, കന്നിക്കൂറ്, ധനുക്കൂറ്. ഈ 3 കൂറിലും പെടുന്ന നക്ഷത്രക്കാർക്ക് കണ്ടകശനിയായിട്ടുണ്ട്. മകീരം, തിരുവാതിര, പുണർദം, ഉത്രമത്തം, ചിത്തിര, മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കൊക്കെ കണ്ടകശനിയുടെ ബുദ്ധിമുട്ടുകൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിന് ചില നാളുകാർക്കാണെങ്കിൽ കർമ്മരംഗത്ത് ഗുണങ്ങൾ, കുടുംബത്തിൽ ഗുണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ ഗുണസ്ഥിതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തിരുവാതിര, പുണർദം, തന്നെ ചിത്തിര നക്ഷത്രം, മൂല നക്ഷത്രം, പുരാട നക്ഷത്രം, ഇതിനകത്തൊക്കെ കർമ്മരംഗത്തൊക്കെ അല്പം ഗുണങ്ങൾ പറയുന്നുണ്ട്. ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ സാധ്യതയുണ്ട് അവർക്കൊക്കെ. കാരണം മറ്റു രീതിയിലൊക്കെ അവർക്ക് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ കർമ്മരംഗത്തൊക്കെ ശോഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അഷ്ടമശനിയിലേക്ക് മാറിയിരിക്കുന്ന നക്ഷത്രങ്ങളാണെങ്കിൽ ചിങ്ങക്കൂർ നക്ഷത്രം, മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൽ അഷ്ടമശനിയാണ്. അപ്പോൾ അവർക്കാണെങ്കിലും അല്പം ബുദ്ധിമുട്ടുകൾ, കർമ്മരംഗത്തെ തടസ്സങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവർക്ക് കുടുംബമായിട്ടൊക്കെ പിരിഞ്ഞിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഭാര്യമാരായിട്ട് പിരിഞ്ഞിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ധനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിന് ക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഏഴരശനി പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ കുംഭക്കൂറ്, മീനക്കൂറ്, അവിട്ടം, ചതയം, പൂരട്ടാതി, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഏഴരശനിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കർമ്മരംഗം തടസ്സം ഉണ്ടാവും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. മാനസിക ക്ലേശങ്ങളുണ്ടാവും. പോലീസ് കേസ് കാര്യങ്ങൾ വന്നു നേരാനുള്ള സാധ്യതകളുണ്ടാവും. വീടുവിട്ട് മാറി നിൽക്കാനുള്ള സാധ്യതകളുണ്ടാവും. അനവധി കലഹങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ 3 ദോഷസ്ഥയിലുള്ള ആൾക്കാർക്ക് ബാധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറണം, ഗുണങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് ചേരണം. അപ്പോൾ അതിനാണെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദോഷ പൂജയിൽ പങ്കെടുക്കുക, ശനീശ്വര പൂജ കഴിക്കുക, ഭഗവാന് കൂളമാല, മൃത്യുഞ്ജയാർച്ചനയൊക്കെ കഴിക്കുക. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ മാറും. അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് സഹസ്രനാമാർച്ചന, ഭാഗ്യസൂക്തമർച്ചനയൊക്കെ കഴിക്കണം. നല്ലതാണ്. ദുരിതസ്ഥിതിക്ക് മോചനം കിട്ടാനായിട്ട് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട്, കൃഷ്ണൻ അമ്പലത്തിൽ പോയിട്ട് കദളിപ്പഴം വഴിപാട് കഴിക്കുക, തുളസിമാല വഴിപാട് കഴിക്കുക, ഭാഗ്യസൂക്തർച്ചന വഴിപാട് കഴിക്കുക. ആ കർമ്മരംഗത്തെ ബുദ്ധിമുട്ടൊക്കെ മാറി കർമ്മം ശോഭിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അല്പം ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയുണ്ട്. വിഷ്ണുവിനെ പ്രതിപ്പെടുത്തി കഴിഞ്ഞാൽ ഗുരുവായൂർ വഴി പ്രാർത്ഥിക്കുക, വേദപ്രീതി ഉണ്ടാവട്ടെ. ദാമ്പത്യ പ്രശ്നങ്ങൾ മാറാനും കർമ്മരംഗത്തെ തടസ്സങ്ങൾ മാറാനൊക്കെ വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ ദുർഗാദേവിക്ക് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, പായസം കഴിച്ച് പ്രാർത്ഥിക്കുക ദുർഗാദേവിക്ക്. അത് വളരെ വിശേഷമാണ്. ശാസ്താവിന് നീരാഞ്ജന വെള്ളതിരിയെ കത്തിച്ച് പ്രാർത്ഥിക്കുക. ഇവയൊക്കെ ഈ 3 ശനിയിലും ബാധിച്ചിരിക്കുന്ന ആളുകാർക്ക് വളരെ വിശേഷപ്പെട്ട വഴിപാടുകളാണ്. ഏറ്റവും പ്രധാനം മഹാദേവന് പ്രദോഷ പൂജ, തുളസി, കുവളമാല, പിൻവിളക്ക് അതൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കണം. വളരെ വിശേഷമാണ്, വളരെ വിശേഷമാണ്. ഒരുപാട് ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടാനും, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം കിട്ടി കുടുംബത്തിൽ സൗഖ്യം വന്നു ചേരാനും, രോഗാദുരിതങ്ങൾ മാറാനും, ധനാഭിവൃദ്ധി ഉണ്ടാവാനൊക്കെ വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് ഭാഗ്യസൂത്രാർച്ചന, സഹസ്രനാമാർച്ചന കഴിക്കണം. വളരെ വിശേഷമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ദുരിതത്തിൽ നിന്നൊക്കെ മോചനം കിട്ടാനായിട്ട് കഴിക്കാൻ പറ്റിയ വഴിപാടുകളാണ് ഇതെല്ലാം.
ശനീശ്വര പൂജ കഴിക്കണം നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ശനീശ്വര പൂജ കഴിക്കണം നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെ ഈ ദുരിതത്തിൽ മോചനം കിട്ടും. എല്ലാവർക്കും കിട്ടണം ദുരിതത്തിൽ നിന്നൊക്കെ മോചനം. എല്ലാവരും ആപത്തുകൾ നീങ്ങണം. ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അടിക്കുക. അല്പം തിരക്കുകൾ കൊണ്ടാണ് നമുക്ക് വീഡിയോസൊന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്തത്. പല അമ്പലങ്ങളിൽ പൂജാധികാരികൾ ഉത്സവങ്ങളൊക്കെ ആയിട്ട് ഓടിയോടൊക്കെയായിരുന്നു. അതുകൊണ്ടാണ്. എന്തായാലും എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഗുണങ്ങളും സമൃദ്ധികളും ഐശ്വര്യങ്ങളും എല്ലാം മഹാദേവൻ തരട്ടെ. എല്ലാ ദുരിതങ്ങളും മഹാദേവൻ മാറ്റിക്കോളും. എല്ലാവരും മഹാദേവനെ വെച്ച് പ്രാർത്ഥിച്ചോളൂ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരും. സർവ്വ ഐശ്വര്യങ്ങളും തരും. പ്രദോഷ പൂജ മുടങ്ങാതെ ചെയ്യുക, മഹാദേവന് കുളമാല മുടങ്ങാതെ ചെയ്യുക. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. ശുഭദിനാശംസകൾ. എല്ലാ നന്മകളും നേരുന്നു.